അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. വിശുദ്ധി നൽകണമേ. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും, അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവ് നിങ്ങളെല്ലാവരെയും ഇവിടെ ഒന്നിച്ചു ചേർത്ത് നിങ്ങളുടെ കണ്ണുനീരും നൊമ്പരങ്ങളും അവിടുന്ന് ഏറ്റെടുത്ത് ആശ്വസിപ്പിക്കാനായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം പറയുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് ഞാൻ പ്രതിഫലം നൽകും, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. കരച്ചിൽ നീ നിർത്ത്, നിന്റെ കണ്ണുനീര് ഞാൻ കാണുന്നുണ്ട്. നീ എത്രയോ കാലമായിട്ട് കരയുന്നു. നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. ഇനി നീ കരച്ചിലൊന്ന് നിർത്ത്. നിന്റെ കണ്ണുനീരിന് ഞാൻ ഉത്തരം നൽകാനായിട്ട് പോകുക. നിന്റെ കണ്ണുനീരിന് ഞാൻ ഇന്ന് മറുപടി നൽകാനായിട്ട് പോകുക. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിന് ഞാനിന്ന് മറുപടി തരാനായിട്ട് പോകുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി തന്നെയാണ് കർത്താവ് നിങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിങ്ങൾക്കൊക്കെ കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അപ്പോൾ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, വിഷമങ്ങൾ, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് മക്കളില്ല, കടബാധ്യത, അല്ലെ സ്വന്തമായിട്ടൊരു വീടില്ല, ബാധ്യതകൾ, ഒത്തിരി ഭാരങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. നിൻ്റെ ഭാരങ്ങളും നിൻ്റെ വേദനകളും നിൻ്റെ പ്രയാസങ്ങളും ഒക്കെ അറിയുന്നവനായ യേശു ഇവിടെ ഉണ്ട് നിൻ്റെ കൂടെ. നിന്റെ തകർച്ചകളിൽ നിന്നെ ഒന്ന് താങ്ങുവാൻ, നീ വീണു പോകാതെ, നീ തകർന്നു പോകാതെ താങ്ങുവാൻ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും ചെന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഒരു സംഭവമുണ്ട്. അബ്രാഹാം ദാസിയെ പ്രാപിച്ചു. ദാസിയിൽ ഒരു മകൻ ജനിച്ചു. അവൻ്റെ പേരാണ് ഇസ്മായേൽ. ഇസ്മായേലിന് അവൻ വളരുന്നതനുസരിച്ച് സാറായുടെ ഹൃദയത്തിന് ഉള്ളിൽ വിഷമമായി. തൻ്റെ ദാസിയായ ഹാഗാറിനോട് മനസ്സിൽ വെറുപ്പായി, ദേഷ്യമായി. സാറ അബ്രാഹത്തോട് പറയുന്നു, അവളെയും കുഞ്ഞിനെയും ഇവിടെ നിന്ന് ഇറക്കിവിടണം, അവളെയും കുഞ്ഞിനെയും ഇവിടെ നിന്ന് ഇറക്കിവിടണം. അബ്രാഹത്തിന്റെ ഹൃദയം ഒത്തിരി നൊന്തു.
കാരണം ഹാഗാറിൻ്റെ കുഞ്ഞ് ഇസ്മായിൽ അബ്രാഹത്തിൻ്റെ കുഞ്ഞ് തന്നെയാണ്. അബ്രാഹത്തിൻ്റെ ഹൃദയം ഒത്തിരി വേദനിച്ചു. ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ദൈവം സംസാരിച്ചു, അബ്രഹാം, അവരെ നീ പറഞ്ഞയച്ചേക്കുക, അവരുടെ കാര്യം ഞാൻ നോക്കണം. അവരെ പറഞ്ഞയക്കുക, അവരുടെ കാര്യം ഞാൻ നോക്കും. അങ്ങനെ ഒരു പ്രഭാതത്തിൽ ഒരു തുകൽ സഞ്ചിയിൽ വെള്ളം നിറച്ച് കുറച്ച് അപ്പമൊക്കെ എടുത്ത് ഇതെല്ലാമായിട്ട് അബ്രഹാം ഹാഗാറിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു, നീ കുഞ്ഞിനെയുമായിട്ട് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക, നീ ഈ കുഞ്ഞിനെയുമായിട്ട് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക. ഒരുപക്ഷെ ഹാഗാർ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഇസ്മായേൽ എന്ന തൻ്റെ പൊടിക്കുഞ്ഞിനെയുമായിട്ട് ഹാഗാർ യാത്രയാവുകയാ. ബർശേബ മരുഭൂമിയിലൂടെ അവൾ അലയുകയാ. അവളുടെ കൈവശമുണ്ടായിരുന്ന അപ്പം ഭക്ഷിച്ചു തീർന്നു, വെള്ളവും തീർന്നു. അവളുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കുകയാ, ഒന്ന് മരിച്ചാൽ മതി. അവൾ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഹൃദയം നുറുകി വേദനിച്ച് കരയുവാൻ തുടങ്ങി. ഒരുപക്ഷെ പലരുടെയും ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥ, അതാണ് മരുഭൂമി എന്ന് പറയുന്നത്. ഇവിടെ ഹാഗാർ തൻ്റെ കുഞ്ഞിനെയുമായിട്ട് ബർശേബ മരുഭൂമിയിലൂടെ, മരുഭൂമി എന്ന് പറയുമ്പോൾ അവിടെ നോക്കത്താ ദൂരം നമുക്ക് കാണുവാൻ മണലാരണ്യം മാത്രമേ ഉള്ളൂ. വൃക്ഷങ്ങളില്ല, വെള്ളമില്ല, ഒന്നുമില്ല. കടുത്ത വേനൽ ചൂട്, നീണ്ടു പരന്നു കിടക്കുന്ന മരുഭൂമി. നോക്കത്താ ദൂരത്ത് മരുഭൂമി മാത്രം കാണാനുള്ളൂ. ഹാഗാറിന്റെ ഉള്ളു പിടഞ്ഞു. അവളുടെ നിലവിളി, അവളുടെ കണ്ണുനീര്, അവള് മരണത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവള് തൻ്റെ കുഞ്ഞിനെ ഒരിടത്ത് കിടത്തി. എന്നിട്ട് ഒരു കല്ലേറ് ദൂരം മാറിപ്പോയി അവിടെ ഇരിക്കുകയാണ്. അവള് കുനിഞ്ഞിരുന്ന് കരയുക. അവൾ പറയുന്നു, എൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണാൻ എനിക്ക് വയ്യ, എൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണുവാൻ എനിക്ക് വയ്യ. ഇത് പറഞ്ഞ് ഹാഗാർ കുനിഞ്ഞിരുന്ന് സങ്കടപ്പെടുകയാ. കടുത്ത വേനൽച്ചൂടില് മണലാരണ്യത്തിൽ കിടക്കുന്ന ശിശു വാവിട്ടു കരയുവാൻ തുടങ്ങി. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ കുഞ്ഞിന്റെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ആ കുഞ്ഞിന്റെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 17-ാം വചനം. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. ഈ കുഞ്ഞിന്റെ കരച്ചില് ദൈവസന്നിധിയിലെത്തി. ഇന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഇരുന്ന് ഞാനിങ്ങനെ ശാന്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 3 വർഷം മുൻപ് പാല താബോർ ധ്യാന മന്ദിരത്തിൽ നമ്മുടെ ധ്യാനത്തിൽ കൂടാൻ വന്ന ഒരു കുടുംബത്തെ കുറിച്ച് ഞാൻ ഇന്ന് രാവിലെ ഓർത്തു. ഒത്തിരി ദിവസം കൂടി ഞാൻ ആ സംഭവം ഓർക്കുന്നത്. ഇടയ്ക്ക് ഞാൻ ധ്യാനങ്ങളിലൊക്കെ ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. താബോറിൽ ധ്യാനം നടക്കുമ്പോൾ ഒരു ചേച്ചി തൻ്റെ 2 കുഞ്ഞുങ്ങൾ ഭർത്താവുമായിട്ട് എൻ്റെ അടുക്കൽ വന്നു. പാവപ്പെട്ട മനുഷ്യനാണ് കേട്ടോ, തീരെ പാവപ്പെട്ട മനുഷ്യൻ. ആ ഭർത്താവ് എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം മേയ്ക്കാട് പണിക്കൊക്കെ പോകുന്ന വ്യക്തിയാണ്. അപ്പം സിമെൻറ്റിൻ്റെ പണിയൊക്കെ ഉണ്ട്. ആ സിമെൻറ്റ് കൂട്ടുകുഴയ്ക്ക പണിയുണ്ട്. കാലും കൈകളും മൊത്തം അലർജിയാണ്. സിമെൻറ്റിൻ്റെ അലർജി മുഴുവൻ പൊട്ടി വ്രണങ്ങളാണ്. വർഷങ്ങളായിട്ട് ഇത് അനുഭവിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ വിഷമമുണ്ട്. ഈ രോഗം അങ്ങോട്ട് മാറുന്നില്ല. ഈ രോഗമായതിൽ പിന്നെ കൂലിപ്പണിക്ക് പോകാൻ ഒക്കുന്നില്ല. അപ്പം വീട്ടിൽ പട്ടിണി പ്രയാസം. ആകെയുള്ളത് ആരോ കൊടുത്തൊരു 3 സെൻറ്റ് സ്ഥലം, അതിനകത്തൊരു പഞ്ചായത്തിൻ്റെ ഒരു കൊച്ചു വീടെന്ന് പറയാനൊന്നുമില്ല, ഒരു കൊച്ചു വീടെന്ന് പറയാം, മറ്റൊന്നുമില്ല. ഇതൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ സഹോദരി എന്നോട് പറയുകയാണ്, എനിക്ക് ഒരു സങ്കടം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി പറയാനുള്ളത്? പറഞ്ഞു. ഞാനിങ്ങനെ നിൽക്കുകയാണ്, കേൾക്കുകയാണ്. അവർ പറയുകയാണ്,
ഇത് എൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ്. ഇത് മൂന്നാമത്തെ കുഞ്ഞ് എളിയിലിരിപ്പുണ്ട്. ആ കുഞ്ഞിനൊരു 1.5 വയസ്സേ ഉള്ളൂ. മറ്റേ കുട്ടിക്ക് ഒരു 3 വയസ്സ് പ്രായം കാണും. അപ്പം ഞാൻ ചോദിച്ചു എത്ര കുഞ്ഞുങ്ങളുണ്ടായിരുന്നു? 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എൻ്റെ മൂത്ത കുഞ്ഞ്, അവൾക്ക് 8 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ആത്മഹത്യ ചെയ്തു. 8 വയസ്സുള്ള എൻ്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. ഞാൻ ചോദിച്ച സംഭവ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ചേച്ചി പറയുകയാണ്, ഈ ഇളയ കുട്ടിയെ ഇവള് മൂത്തവളല്ലേ, 8 വയസ്സല്ലേ ഉള്ളൂ, എന്തോ കളിച്ചോ പഠിക്കെന്തോ ഞുള്ളുവോ വേണ്ടി ചെയ്തു. അതിന് ഈ അമ്മ മൂത്ത കുട്ടിയെ വഴക്ക് പറഞ്ഞു. അത്രയും സംഭവമുള്ളൂ, വേറെ ഒരു കാര്യമില്ല. എൻ്റെ ഈ അമ്മ ഈ ഇളയ കുട്ടിയെ കട്ടിലേക്ക് കിടത്തി പാലോ കൊടുത്ത് ഉറക്കിയിട്ട് പോയി. അപ്പോൾ ഈ രണ്ടാമത്തെ ആൺകുട്ടിയാണ്, മൂത്തത് 8 വയസ്സുള്ള പെൺകുഞ്ഞ്. ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും മുറ്റത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ഈ ചേച്ചി പറയാം, ഞാൻ അടുത്ത താഴെ കുഞ്ഞ് തോടുണ്ട്, അപ്പോൾ അവിടെ തുണി കഴിയും. കുഞ്ഞിനോട് പറഞ്ഞു, അമ്മ തുണി കഴിയിട്ട് തുണി കയറാണ്ട് പെട്ടെന്ന് പോയി ഒരു അരമണിക്കൂർ തുണി കഴുകി കയറി വന്നപ്പോൾ മൂത്ത പെൺകുഞ്ഞ് അവിടെ ഇല്ല. ഇളയ ആ കൊച്ച് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ഉടനെയും ഈ അമ്മ തുണിയൊക്കെ വിരിച്ചു. അപ്പം കൊച്ചു വീട്ടിൽ അകത്ത് കാണുമെന്ന് വിചാരിച്ചു. ഈ അമ്മ തുണിയെ വിരിച്ചിട്ടിട്ട് അകത്ത് കയറി വന്നപ്പോൾ കാണുന്ന കാഴ്ച, ഈ ഇവരാകെ ഒരു മുറി വേണ്ടേ ഉള്ളൂ. ആ മുറിക്കകത്ത് ഈ ഇളയ കുഞ്ഞിനെ കെട്ടുന്ന തൊട്ടിയുടെ കയറിൽ ഈ കുഞ്ഞ് തൂങ്ങി മരിച്ചു കിടക്കുകയാണ്. വേറെ കാരണമൊന്നുമില്ല. ആകെ ഒരു കാരണം പറയാൻ, ഈ ഇളയ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞപ്പോൾ ഇവക്കിട്ട് ഒരു അടി കൊടുത്തു, അത്ര കാര്യമുള്ളൂ, വേറെ ഒരു കാര്യങ്ങളുമില്ല. 8 വയസ്സുള്ള ഈ കുഞ്ഞ് തൂങ്ങി മരിച്ചു കിടക്കുക. ഈ അമ്മ വാവിട്ട് കരഞ്ഞു, എൻ്റെ അടുക്കന്ന് കരയുക. എന്നിട്ട് എന്നോട് ആ ചേച്ചി പറയുകയാണ്, ആ സഹോദരി പറയുക, വെറും പാവപ്പെട്ട ഒരു കുടുംബം എന്നോട് ഇങ്ങനെ പറയുക, ബ്രദറെ, ഞാൻ ഇപ്പോഴും എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ വീട്ടിൽ ഭക്ഷണം വെക്കുമ്പോൾ ആദ്യത്തെ പ്ലേറ്റ് ഞാൻ വിളമ്പി വെക്കുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ്. ആദ്യത്തെ പ്ലേറ്റ് ചോറ് വിളമ്പുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് വിളമ്പുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞ് ഈ അമ്മ കരഞ്ഞു. ആ അമ്മയുടെ ഹൃദയത്തിൻ്റെ വേദന, ആ അപ്പൻ്റെ വേദന, ഒത്തിരിയേറെ സങ്കടം തോന്നി. ജീവിതത്തിൽ പറയാനൊന്നുമില്ല, ദാരിദ്ര്യവും കഷ്ടതയും പ്രയാസവും മാത്രമേ ഉള്ളൂ. ഞാൻ ഒത്തിരി നാൾ കൂടിയാണ് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തെ ഞാൻ ഓർത്തു, ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, കണ്ണുനീര് കാണുന്നവൻ അവൻ ഇവിടെയുണ്ട്. ഹാഗാർ തന്റെ കുഞ്ഞിനെ മണലാരണ്യത്തിൽ കിടത്തിയിട്ട് മാറിയിരുന്ന് കുമ്പിട്ടിരുന്ന് കരയുക അവള്. ആ കുഞ്ഞിന്റെ കരച്ചില് ദൈവസന്നിധിയിലെത്തി, ആ കുഞ്ഞിന്റെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ അയക്കുകയാ ഹാഗാറിന്റെ അടുക്കലേക്ക്. ഹാഗാർ, ഹാഗാർ, നീ കരച്ചില് നിർത്ത്, നീ കരച്ചില് നിർത്തിയിട്ട് നിന്റെ കുഞ്ഞിനെ എടുത്തേ. എന്നിട്ടും ഒരു വാഗ്ദാനം ദൈവം കൊടുക്കുക, ഈ കുഞ്ഞിനെയും ഞാൻ ഒരു വലിയ തലമുറയായിട്ട് മാറ്റും. ഈ കുഞ്ഞിന്റെ നിലവിളി ദൈവസന്നിധിയിലെത്തിയിരിക്കുന്നു. നിന്റെ കണ്ണുനീര് കർത്താവ് കണ്ടിരിക്കുന്നു. ഹാഗാറിന്റെ കണ്ണുനീര് കണ്ടവൻ, ഹാഗാറിന്റെ കുഞ്ഞിന്റെ നിലവിളി കേട്ടവൻ, അവൻ ഇവിടെ ഉണ്ട്. നിലവിളിക്ക് ഉത്തരം നൽകുന്നവൻ, കണ്ണുനീരിന്റെ മുൻപിൽ മറഞ്ഞിരിക്കാത്തവൻ കർത്താവായ യേശു ഇവിടെയുണ്ട്. ഒരു വാഗ്ദാനം ദൈവം കൊടുക്കുകയാണ്, ഈ കുഞ്ഞും വലിയ ഒരു തലമുറയായിട്ട് മാറുമെന്ന്. അവളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ആ മരുഭൂമിയിൽ അവൾ വെള്ളം കണ്ടെത്തുകയാണ്. അവൾ അപ്പോൾ തന്നെ വെള്ളം കണ്ടെത്തി, വെള്ളം കോരിയെടുത്തു. അവൾ തൻ്റെ കുഞ്ഞിന്, ഹാഗാർ
നീ വിഷമിക്കേണ്ട, ഭയപ്പെടുക വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിൽ എടുക്കുക. അത് കഴിഞ്ഞ് പറയുന്നു, ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് ഒരു തുകൽ സഞ്ചി നിറച്ച് വെള്ളം കോരിയെടുത്തു, കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു. മരുഭൂമിയിൽ ഉറവ തുറക്കുന്നവൻ ഇവിടെയുണ്ട്. മരുഭൂമിയിൽ നമുക്ക് വേണ്ടി ഉറവ തുറക്കുന്നവൻ ഇവിടെയുണ്ട്. നീ ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലാണെങ്കിലും, എത്രമാത്രം തകർച്ചകളിലാണെങ്കിലും നിനക്ക് വേണ്ടി വഴി തുറക്കുന്നവൻ ഇവിടെയുണ്ട്. ചെങ്കടലിൻ്റെ മധ്യത്തിൽ വഴി തുറന്നവൻ നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കും. ഉറപ്പാണ്, നിങ്ങൾക്ക് വേണ്ടി അവൻ വഴികളെ തുറന്നിരിക്കും. നിന്റെ പ്രശ്നം എന്തുമാവട്ടെ, പ്രതിസന്ധി എന്തുമാവട്ടെ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാനായിട്ട് പോകുക. സകല തടവറകളുടെ ചങ്ങലകളെ പൊട്ടിച്ച് കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ പോകുക. ഹാഗാറിൻ്റെ കണ്ണുനീരിന് ഉത്തരം നൽകിയവൻ നിന്റെ കണ്ണുനീരിനും ഉത്തരം നൽകും. ഉറപ്പാണ്, നിന്റെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും. ഹല്ലേലൂയ. നിന്റെ നൊമ്പരങ്ങൾക്ക് കർത്താവ് മറുപടി നൽകും. അനുഗ്രഹിക്കാതെ കർത്താവ് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കത്തില്ല. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം പറയുന്നു, കരയാതിരിക്കൂ, യൂദാ ഗോത്രത്തിൻ്റെ സിംഹം ദാവീദിൻ്റെ വേരുള്ളവൻ വിജയിച്ചിരിക്കുന്നു. കരയാതിരിക്കൂ, യൂദാ ഗോത്രത്തിൻ്റെ സിംഹം ദാവീദിൻ്റെ പേരുള്ളവൻ വിജയിച്ചിരിക്കുന്നു. ആരാണ് ഈ യൂദാ ഗോത്രത്തിൻ്റെ സിംഹം? അത് യേശുവാണ്. യേശു യൂദാ ഗോത്രത്തിലാണ് ജനിച്ചത്. ദാവീദിൻ്റെ വംശത്തിലാണ് യേശു പിറന്നത്. യൂദാ ഗോത്രത്തിൻ്റെ സിംഹം, മരണത്തെ തോൽപ്പിച്ച ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ആ യേശു നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ്, കരയാതിരിക്കുക. നീ കരയാതിരിക്കുക. നിന്റെ കണ്ണുകളിലൂടെ ഒഴുകി വീഴുന്ന ഈ കണ്ണുനീർ തുള്ളിക്ക് ഞാൻ ഉത്തരം നൽകും. നിന്റെ ഇടനെഞ്ചിലൂടെ മുറിഞ്ഞ് ഒഴുകുന്ന ആ നൊമ്പരങ്ങൾക്ക് കർത്താവ് ഇന്ന് ഉത്തരം നൽകാനായിട്ട് പോകുക. അനുഗ്രഹം സമൃദ്ധമായിട്ട് കർത്താവ് ഇന്ന് നിങ്ങളുടെ മേൽ ചൊരിയും. നിങ്ങളുടെ രോഗമോ തകർച്ചയോ കടബാധയോ മക്കളില്ലാത്ത അവസ്ഥയോ പ്രതികൂല സാഹചര്യങ്ങളോ ഞെരുക്കങ്ങളോ എന്തുമാവട്ടെ, യേശു നിങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് പോകുക. 2 കരങ്ങളും ഉയർത്തി യേശുവിൻ്റെ നാമത്തെ ഒന്ന് വിളിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. അല്പം സ്വരം ഉയർത്തി വിളിക്കാമോ? വലിയ വിശ്വാസത്തോടുകൂടി യേശുവേ ഉണർവോടൊന്ന് വിളിക്കാമോ? ശക്തിയോടൊന്ന് വിളിക്കാമോ? അഭിഷേകത്തോടൊന്ന് വിളിക്കാമോ? യേശുവേ സർവശക്തന്റെ നാമം ഒന്ന് വിളിക്കാമോ? യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്കൊരു നിമിഷം വലതുകരമെന്ന് ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഹാഗാറിന്റെ കണ്ണുനീർ കണ്ട് ഹാഗാറിന്റെ കണ്ണുനീർ അനുഗ്രഹിച്ച നല്ല പിതാവേ, അനുഗ്രഹിച്ച നല്ല പിതാവേ, എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും എന്നെ കുടുംബാംഗങ്ങളുടെ കണ്ണുനീരും ഹൃദയത്തിന്റെ വേദനകളും അങ്ങ് കാണണമേ, അങ്ങ് കാണണമേ. ഇന്ന് എനിക്ക് വേണ്ടി സ്വർഗം തുറന്ന് പുതിയ വഴികളെ തുറക്കണമേ. യേശുവേ, എന്റെ കണ്ണുനീരിന് ആശ്വാസമായി തകർച്ചകളിൽ താങ്ങായി ബലമായി യേശുവേ അങ്ങ് വരണമേ, കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ചേട്ടൻ ഉപയോഗിക്കുന്ന ബെൽറ്റാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് പറ്റിയതാ? തണ്ടൽ വേദന. ഇപ്പോൾ ഡോക്ടർ കാണുന്നപ്പോൾ തേയ്മാനം പറയുന്നുണ്ട്. ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ 4 കൊല്ലം കഴിഞ്ഞു. 4 വർഷമായിട്ട് തേയ്മാനമായിട്ട് തണ്ടലിന് പ്രയാസമാണല്ലേ? ഗുളികയിൽ കടിക്കും, പിന്നെ കുറച്ച് നേരം ഭയങ്കര കൈ വേദന, കാല് വേദന, പിന്നെ അങ്ങനെ കിടക്കണം, ഇങ്ങനെ കിടന്ന് അങ്ങനെ വേദന, അങ്ങനെ വേദന. എവിടെ ആയിട്ടാണ് പ്രയാസം? നടുവിൻ്റെ എവിടെയാ? ഇവിടെ ആയിട്ടാണല്ലേ? ഇവിടെയാണ് മൊത്തം വേദന. അവിടെ തിരിഞ്ഞു കഥാസൗഖ്യം തരുമല്ലേ? എന്നാൽ കുഞ്ഞിട്ടെ നന്നായിട്ട്. കാലൊക്കെ ഒന്ന് വലിച്ചു കുടഞ്ഞ്, വലത്തെ കാലം വലിച്ചു കുടഞ്ഞ് നന്നായിട്ട്. നടുവൊക്കെ ഇളകട്ടെ, തൊഴിച്ചേ. മറ്റേ കാല വലിച്ചേ. ഇനി ഒന്ന് ഇരുന്നേ,
എണീറ്റ് നടുവിന് വില കൊടുത്തേ. ഇരുന്ന് എണീറ്റ്. ആ ഇരുന്നേ. നടുവൊന്ന് വളച്ചേ പുറകോട്ട്. ആ മുന്നോട്ട് വളഞ്ഞേ. ആ 2 സൈഡ് തിരിഞ്ഞേ. തിരിയട്ടെ. ഒന്ന് പൊങ്ങി ചാടിക്കേ. ചാടിക്കേ. ആ ഇരുന്ന് എന്നിട്ട് ഹല്ലേലൂയ. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എത്ര നാളായി ഈ പ്രയാസം ഉണ്ടായിട്ട്? ബെൽറ്റ് ഇട്ട് 4 കൊല്ലം ബെൽറ്റ് ഇട്ട് 4 കൊല്ലമായിട്ട് ബെൽറ്റ് ഇട്ടാണ് ഈ ചേട്ടൻ ജോലി ചെയ്യുന്നത്. എന്താ പേരെന്താ? പേര് ഭാഗ്യരാജ്. തമിഴ്നാടാണ്. റബ്ബർ ടാപ്പിങ്. ഇപ്പം ഇരുന്ന് എഴുന്നേറ്റിട്ട് പ്രയാസം വല്ലതും ഉണ്ടോ? ഒരു പ്രയാസമില്ല. ഉഷാറായോ? ഉഷാറായി. സന്തോഷമായി. ഹല്ലേലൂയ. ജ്വാലയാ റൂഹായി വരേണമേ. തീജ്വാലയാ റൂഹായി വരേണമേ. ആത്മാവിൽ നിറയേണമേ. അഭിഷേകം ചെയ്യണമേ. ആത്മാവിൽ നിറയേണമേ. അഭിഷേകം ചെയ്യണമേ. റൂഹായി വരേണമേ. അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ. അഭിഷേകം ചെയ്യണമേ.